മലയാള സിനിമയുടെ അഭിമാനമായി മാറുകയാണ് ഡൊമിനിക് അരുൺ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. വെറും 20 ദിവസം കൊണ്ട് 257 കോടി രൂപ ചിത്രം നേടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഹൌസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയത്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത്. മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. നിരവധി റെക്കോർഡുകൾ തകർത്ത ലോകയുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 20 ദിവസം പിന്നിടുമ്പോൾ 257 കോടിയോളം രൂപ ചിത്രം നേടിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. 126 കോടിയാണ് ലോകയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ. നിലവിൽ ലോകയ്ക്ക് മുന്നിലുള്ള ഒരേയൊരു മലയാള ചിത്രം എമ്പുരാനാണ്. വൈകാതെ തന്നെ ലോക എമ്പുരാനെയും മറികടക്കുമെന്നാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത് തുടർച്ചയായ 20 ദിവസങ്ങളിലും 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയായി ലോക മാറിയിരുന്നു. ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് 2.7 കോടി രൂപ നേടി മികച്ച തുടക്കം തന്നെ ലോക കാഴ്ചവെച്ചിരുന്നു. പിന്നാലെ ആദ്യ ആഴ്ചയിൽ ചിത്രം 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഞെട്ടിക്കുകയും ചെയ്തു. 8-ാം ദിവസം 6.18 കോടിയും 10-ാം ദിവസം 7.3 കോടിയും നേടി ചിത്രം മുന്നേറിയപ്പോൾ റെക്കോർഡുകൾ തകർക്കുമെന്ന് സിനിമാ അനലിസ്റ്റുകൾ അടിവരയിട്ട് പറഞ്ഞിരുന്നു. വാരാന്ത്യങ്ങളിൽ മാത്രമല്ല, പ്രവൃത്തി ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ തന്നെയാണ് നിലനിർത്തിയത്. അതിനിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ച മലയാള സിനിമ എന്ന നേട്ടവും ലോക സ്വന്തമാക്കിയിരുന്നു. ഇതിലൂടെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററുകളായ മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം തുടങ്ങിയ സിനിമകളെയൊക്കെ ലോക പിന്നിലാക്കിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത 19 ദിവസത്തിനുള്ളിൽ 4.56 മില്യൺ ടിക്കറ്റുകൾ വിറ്റാണ് ലോക റെക്കോർഡ് നേടിയിരിക്കുന്നത്. മലയാള സിനിമയിലെ മുൻനിര ചിത്രങ്ങളായ തുടരും, എമ്പുരാൻ, മഞ്ഞുമൽ ബോയ്സ് എന്നിവയെല്ലാം തന്നെ ലോക പിന്നിലാക്കിയിട്ടുണ്ട്. മലയാളത്തിലെന്നല്ല മറുഭാഷാ സിനിമാ പ്രേമികൾക്കിടയിലും ലോക വലിയ ചർച്ചയാണ്. ഓരോ ദിവസവും ചിത്രത്തിന്റേതായി പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയാവാറുമുണ്ട്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇതുവരെ 3 കോടിയിലധികം നെറ്റ് കളക്ഷൻ നേടിയെന്നാണ് വിവരം. ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷനാണിത്. എമ്പുരാന്റെ ഹിന്ദി പതിപ്പിനെ പിന്നിലാക്കിയാണ് ലോകയുടെ ഈ നേട്ടം. 2.59 കോടിയായിരുന്നു എമ്പുരാൻ ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷൻ. അതേസമയം മലയാള സിനിമകളുടെ ഹിന്ദി പതിപ്പുകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയാണ്. 12.81 കോടിയാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പ് നേടിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.